റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോവുകയാണ്. CPM-ന് പുതിയ ചേരി വളർന്നു വരുന്നുവെന്ന വിലയിരുത്തലിൽ ഒരു വിഭാഗം നേതാക്കൾ എത്തിയിരിക്കുന്നു. 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ വിമർശനം യാദൃശ്ചികമല്ല എന്നാണ് പിണറായി വിജയൻ MV ഗോവിന്ദൻ പക്ഷത്തിന്റെ വിലയിരുത്തൽ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെയാണ് നേതാക്കൾ തള്ളിപ്പറഞ്ഞതെങ്കിലും ലക്ഷ്യം പിണറായിയും ഗോവിന്ദനുമാണെന്നാണ് ഒപ്പമുള്ളവരുടെ വിശ്വാസം. വിമർശിക്കുന്നവർക്ക് കേന്ദ്ര നേതൃത്വത്തിലെ ചിലരുടെ പിന്തുണയുണ്ട് എന്ന നിഗമനവുമുണ്ട്. എന്നാൽ തിരുത്തലിനെ സ്വാഭാവിക പ്രതികരണമായി മാത്രം കണ്ടാൽ മതിയെന്നാണ് എതിർപ്പ് ഉയർത്തിയവരുടെ നിലപാട്. റാഹിസ് റഷീദ് വിവരങ്ങളുമായി. റാഹിസ്, ഇപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടാണ് വ്യത്യസ്ത പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം വിഷയത്തിൽ ഈ MSC കമ്പനി വന്നാലുള്ള മൊണോപ്പൊളിയെക്കുറിച്ചാണ് സഭയിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത്. പിന്നീട് ഇപ്പോൾ MSC വിഷയം MSCയുടെ എതിർപ്പില്ല എന്നാണ് ഇപ്പോൾ TP രാമകൃഷ്ണൻ പറയുന്നത്. ഇപ്പോൾ P രാജീവ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ തിടുക്കമാണ് പ്രശ്നമെന്ന്. യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തിൽ ഒരു ഏകാഭിപ്രായമുണ്ടോ? ഈ വിഴിഞ്ഞം വിഷയം യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്കകത്തെ ഭിന്നിപ്പ് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയമായി മാറുകയാണോ? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 3 കേന്ദ്ര കമ്മിറ്റികളുടെ പ്രതികരണങ്ങൾ അത് യാദൃശ്ചികമല്ല എന്ന് തന്നെയാണോ പിണറായി വിജയന്റെ വിലയിരുത്തൽ? സ്മൃതി, വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടി എടുത്ത നിലപാടിനെ പൂർണ്ണമായും എല്ലാ നേതാക്കളും അംഗീകരിക്കുന്നില്ല. EP ജയരാജൻ മാത്രമാണ് പുറത്തതിനെ തള്ളിപ്പറഞ്ഞതെങ്കിലും മറ്റു പല നേതാക്കളോടും സംസാരിക്കുമ്പോൾ ഒരു അന്ധമായ എതിർപ്പ് വിഴിഞ്ഞം പദ്ധതിയോട് കാണിക്കുന്നത് ശരിയല്ല. അങ്ങനെ വരുമ്പോൾ ഈ പദ്ധതി ഇപ്പോഴത്തെ സർക്കാരിന്റെ പദ്ധതിയായി പിന്നീട് വ്യാഖ്യാനിക്കേണ്ടി വരും. മുമ്പ് കടൽക്കൊള്ള എന്ന് അധികാരത്തിന് പുറത്തിരുന്നപ്പോൾ പറഞ്ഞ ആ നിലപാടിലേക്ക് 10 വർഷം അധികാരത്തിൽ നിന്ന് ഇറങ്ങി 1ാമത്തെ മാസം തന്നെ വീണ്ടും കടൽക്കൊള്ള എന്ന നിലപാടിലേക്ക് പോകുമ്പോൾ ഭാവിയിൽ കേരളത്തിൽ വിഴിഞ്ഞം ചർച്ച ചെയ്യുമ്പോൾ ആ വിഴിഞ്ഞത്തിന്റെ ഉടമകൾ ആരാണ് എന്ന തർക്കം ഇപ്പോൾ തന്നെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് നല്ലതല്ല. പ്രത്യേകിച്ച് വലിയ വികസനം പ്രതീക്ഷിച്ച് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുമ്പോൾ അതിനെതിരായ ഒരു നിലപാട് CPM എടുക്കും എന്ന തോന്നലുണ്ടാക്കും എന്ന നിലപാട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള നേതാക്കൾക്ക് പോലുമുണ്ട്. പക്ഷേ ഇപ്പോൾ വിഴിഞ്ഞത്തെ ചൊല്ലി പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിയിൽ വരുന്നതിനെ പിണറായിക്കൊപ്പവും MV ഗോവിന്ദനും ഒപ്പം നിൽക്കുന്ന ആളുകൾ ഇത് വിഴിഞ്ഞവുമായി കണക്ട് ചെയ്യുന്നില്ല. പകരം വിഴിഞ്ഞം ഒരു സബ്ജക്റ്റായി മാത്രം എടുത്ത് നേതൃത്വത്തിനെ അടിക്കാനുള്ള വടിയായി കാണുന്നു എന്നാണ് അവർ കരുതുന്നത്. 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് പാർട്ടി നിലപാടിനെ തിരുത്തി രംഗത്ത് വന്നത്. അത് KK രാഗേഷിനെ തിരുത്തുന്നു എന്ന തരത്തിൽ KK ശൈലജയും PK ശ്രീമതിയും വരുന്നു. പാർട്ടി ആകെ എടുത്ത നിലപാടാണ് വിഴിഞ്ഞത്തെ അഴിമതി ആരോപണം. അതിനെ പൂർണ്ണമായും തള്ളി EP ജയരാജൻ രംഗത്ത് വരുന്നു. ഒപ്പം വിമതരോടുള്ള നിലപാടിൽ പാർട്ടിയിൽ നേതാക്കൾക്കുള്ള ആ സ്വരമല്ലായിരുന്നു MV ജയരാജൻ ആദ്യം എടുത്തത്. പിന്നീട് പാർട്ടിയുടെ സമ്മർദ്ദം വന്നപ്പോൾ പാർട്ടിക്കൊപ്പം അദ്ദേഹം വരികയായിരുന്നു. ഇതൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നത്. എന്ന് മാത്രമല്ല, ഈ ഒരു എതിർ സ്വരത്തിന്റെ തുടക്കം കണ്ണൂരിൽ നിന്ന് തന്നെ വരുന്നതിലും യാദൃശ്ചികത അവർ കാണുന്നില്ല. കാരണം കണ്ണൂരിൽ നിന്ന് ഒരു എതിർ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയാൽ മറ്റു ജില്ലകളിൽ നിന്ന് അത് വളരെ എളുപ്പത്തിൽ ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു പക്ഷേ അടുത്ത മാസം നടക്കുന്ന വിശാലമായ സംസ്ഥാന സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്നതിന് മുമ്പ് നിലമൊരുക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ എന്നാണ് അവർ കരുതുന്നത്. MA ബേബി അടക്കമുള്ളവരുടെ പിന്തുണ അവർക്കുണ്ട് എന്ന് ഒരു വിഭാഗം നേതാക്കൾ വിശ്വസിക്കുന്നുമുണ്ട്. സ്മൃതി, ഇതിൽ ഈ ചേരി 2 ചേരി ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ EP ജയരാജന്റെ നേതൃത്വത്തിൽ മറ്റൊരു ചേരി എന്ന് വിലയിരുത്താനാകില്ല. EP ജയരാജൻ പല ഘട്ടങ്ങളിലും MV ഗോവിന്ദനെതിരെ മറിച്ചൊരു നിലപാടെടുത്തിട്ടുള്ള ആളാണ്. പാർട്ടിയിൽ ഇപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാനത്തെക്കുറിച്ചും അദ്ദേഹം ഖിന്നനാണെന്ന് അറിയാം. അതേ രീതിയിൽ തന്നെ PK ശ്രീമതിക്കും അനുഭവമുണ്ട്. KK ശൈലജ തനിക്ക് പറയാനുള്ളത് പറഞ്ഞ് പിറ്റേ ദിവസം അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന പ്രതികരണത്തിൽ മാറ്റുന്ന ഒരു രീതി നമ്മൾ തുടർച്ചയായി കാണുകയാണ്. പക്ഷേ ഈ ചേരി എന്ന് പറയുമ്പോൾ മറ്റൊരു രൂപത്തിൽ മറ്റു നേതാക്കളുടെ നേതൃത്വത്തിലാണോ അത് രൂപപ്പെട്ടിട്ടുള്ളത്? ഇതൊരു ചേരിയായി കാണാൻ പറ്റില്ലല്ലോ. സ്മൃതി, സെക്കൻഡ് ലെയറിൽ ഒരു ടീം രൂപപ്പെടുന്നുണ്ട്. അതായത് അത് മെറിറ്റ് മാത്രമാണ്. അതല്ലാതെ പിണറായി വിജയനെതിരെയോ MV ഗോവിന്ദനെതിരെയോ ആ വ്യക്തികൾക്കെതിരെയല്ല. പക്ഷേ മെറിറ്റ് അടിസ്ഥാനത്തിൽ അവരുടെ നിലപാടുകൾ ശരിയല്ല എന്ന വികാരമുള്ള ഒരു പറ്റം നേതാക്കളുണ്ട്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ കീഴ്ഘടകങ്ങൾ മുതൽ, അതായത് ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ സംസ്ഥാന കമ്മിറ്റികൾ വരെ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്തപ്പോൾ നേതൃത്വത്തിന് പിടിപ്പുകേട് വന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. അത് MV ഗോവിന്ദനെയും പിണറായി വിജയനെയും പേരെടുത്ത് തന്നെ വിമർശനമുണ്ടായിരുന്നു.
പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് ക്രോഡീകരിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ടായി വെച്ചപ്പോൾ ഓരോ നേതാക്കൾക്കെതിരെയും അതല്ലെങ്കിൽ തെറ്റുപറ്റി എന്ന റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ആർക്കാണ് തെറ്റുപറ്റിയതെന്ന് പറയുന്നില്ല. ആർക്കാണ് തെറ്റുപറ്റിയതെന്ന് പറയാത്തിടത്തോളം കാലം ഒരു തരത്തിലും ആ തെറ്റ് തിരുത്താൻ പറ്റില്ല എന്ന സ്റ്റാൻഡാണ് ഇവർക്കുള്ളത്. കാരണം തെറ്റ് തിരുത്തി പോയില്ലെങ്കിൽ പാർട്ടി ഇല്ലാതാകും എന്ന വികാരമുള്ള ഒരു പറ്റം നേതാക്കളുണ്ട്. ഇപ്പോ നിയമസഭയിൽ പിണറായി വിജയനോട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു വിഷയത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ KN ബാലഗോപാൽ പറഞ്ഞത് സാന്ദർഭികമാണ് എന്ന് നേതാക്കൾക്കറിയാം. പക്ഷേ അങ്ങനെ പറയേണ്ടി വന്ന ഒരു സന്ദർഭം ഉള്ളിന്റെ ഉള്ളിൽ ഇത്തരം ഇടപെടലുകൾ സഭയ്ക്കകത്തും പുറത്തും നടത്താൻ പറ്റുന്ന പ്രതിപക്ഷ നേതാവ് അല്ല പിണറായി വിജയൻ എന്ന വിലയിരുത്തൽ കൂടി ചില കേന്ദ്രങ്ങൾ ഉള്ളതുകൊണ്ടാണ് സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ KN ബാലഗോപാലിന് പ്രതികരിക്കേണ്ടി വന്നത് എന്നാണ് ശരി.